ഉന്നതരുടെ ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ കുത്തനെ കൂട്ടുമ്പോഴും തുച്ഛമായ ശമ്പള വർധനയ്ക്കായി 11 ദിവസമായി സമരം തുടരുന്ന ആശാവർക്കർമാരെ അവഗണിച്ച് സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ മഹാസംഗമത്തിൽ 1.25 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തു. ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 11 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ്. പ്രശ്നപരിഹാരമില്ലാത്തതിനാലാണ് ഇന്ന് മഹാസംഗമം നടത്തിയത്. കേന്ദ്ര സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതെന്നും ഡൽഹിയിൽ സമരം ചെയ്താൽ അതിനൊപ്പം താനും വരാമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് അവരെത്രയോ വർഷങ്ങളായി ഇൻസെൻറ്റീവ് കൂട്ടിയിട്ട്, അതുപോലെ കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് സർക്കാർ അവഗണിക്കുന്നതെന്ന് ആശാവർക്കർമാർ പറയുന്നു. ഞങ്ങൾ നിശ്ചയിക്കുന്ന ഓണറേറിയം ഞങ്ങൾ കെട്ടിത്തന്നിരിക്കണം. 13,200 രൂപ പറഞ്ഞല്ലോ മന്ത്രി വീണ ജോർജ്. അത് ആരുടെ അക്കൗണ്ടിലോട്ടാണ് പോണത്? മന്ത്രിയുടെ അക്കൗണ്ടിലോട്ടായിരിക്കും പോകുന്നത്. ഞങ്ങളുടെ ആരുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല. 7,000 രൂപയുള്ള ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ അനുകൂലമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയവയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ആശാവർക്കർമാരുടെ സമരം കോടതിയലക്ഷ്യമാണെന്ന് കാണിച്ച് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുത്തവരെ എതിർകക്ഷിയാക്കിയാണ് എൻ പ്രകാശ് എന്ന വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.